മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ കാട്ടുകൊമ്പൻ മാട്ടുപ്പെട്ടി റോഡിൽ ഇറങ്ങി ഗതാഗത തടസ്സമുണ്ടാക്കി. കൂടാതെ പഴയ മൂന്നാറിൽ അമ്മയും കുട്ടിയും അടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സൈലന്റ് വാലി എസ്റ്റേറ്റിലും കുറ്റിയാർ വാലി മേഖലയിലും ചുറ്റിത്തിരിഞ്ഞിരുന്ന പടയപ്പ കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ഇറങ്ങിയിരുന്നു. കാട്ടാന റോഡിൽ ഇറങ്ങിയതോടെ ഗതാഗത തടസ്സമുണ്ടായി. ദേവികുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തു കൂടിയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം. നെറ്റിമേട് റോഡിലൂടെയായിരുന്നു പടയപ്പ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഭാഗത്തേക്ക് എത്തിയത്. ആനയെ കണ്ട് നാട്ടുകാർ ബഹളമുണ്ടാക്കിയെങ്കിലും പടയപ്പ പിൻവാങ്ങിയില്ല. മഴ പെയ്യുകയും വനത്തിൽ തീറ്റ വർദ്ധിക്കുകയും ചെയ്തിട്ടും പടയപ്പ കാട് കയറാൻ തയ്യാറാകാത്തത് മൂന്നാറിൽ പ്രതിസന്ധിയാകുന്നുണ്ട്. കൂടാതെ പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും കുട്ടിയും അടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ആനകളുടെ മുൻപിൽ അകപ്പെട്ട ബൈക്ക് യാത്രികർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബൈക്കിനെ ആനകൾ പിന്തുടർന്നെങ്കിലും പിന്നീട് കാട്ടാനകൾ കാട്ടിലേക്ക് മടങ്ങി. ആദ്യമായാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു.